തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പകൽ വാർത്തയിൽ ആദ്യം. CMRL-നുള്ള തീരദേശ ഖനന അനുമതി സർക്കാർ റദ്ദാക്കിയത്, വ്യവസായ വകുപ്പ് റദ്ദാക്കിയത് 2023 ഡിസംബർ 18-നാണ്. പക്ഷേ ഇക്കാര്യം ഇതുവരെ മറച്ചുവെക്കുകയായിരുന്നു. മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാണ് 2023 ഡിസംബർ 18-ന് വന്നത്. എന്തുകൊണ്ടാണ് CMRL-നെതിരെയുള്ള ഉത്തരവ് വൈകിയത്? അനുമതി റദ്ദാക്കാൻ കേന്ദ്രം 2019 നിർദ്ദേശിച്ചതാണ്. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അതിനാൽ തന്നെ 2019 ഏപ്രിലോടുകൂടി ഖനനാനുമതി റദ്ദാക്കാനും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നും തീരുമാനിക്കാൻ വ്യവസായ വകുപ്പ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും AGയുടെ നിയമോപദേശത്തിന് വിടുകയും ചെയ്തത്. ഇക്കാര്യം ഇന്നലെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ദുരൂഹമായിരുന്നു. AGയുടെ നിയമോപദേശം കിട്ടിയിരുന്നു. CMRL-ന് 2004 കിട്ടിയ അനുമതി അത് റദ്ദാക്കണം. അതുമാത്രമല്ല, പുതിയ അപേക്ഷകൾ പരിഗണിക്കേണ്ട തീരദേശ ഖനന അനുമതി CMRL-നും CMRL-ന്റെ പ്രൊമോട്ടറായ KREML-നും നൽകേണ്ട എന്നുള്ള കാര്യം വ്യവസായ വകുപ്പ് അന്നേ തീരുമാനിച്ചതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അതിൽ ഇടപെട്ടതിന് ശേഷം ആ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന് ദുരൂഹമായിരുന്നു. അതുമാത്രമല്ല, മാത്യു കുഴൽനാടൻ MLA-ക്ക് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാനും സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഇന്നലെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ന്യൂസ് 18 കേരളം ഈ ഉത്തരവ് തന്നെ എന്നാണ് വ്യവസായ വകുപ്പ് CMRL-നുള്ള ഖനനാനുമതി റദ്ദാക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചതും എന്നാണ് എന്ന കാര്യം പുറത്തുവിടുകയാണ്. 2023 ഡിസംബർ 18-ന്റെ ഉത്തരവാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് കേന്ദ്ര നിർദ്ദേശമുണ്ട്. അത് 2019 ഫെബ്രുവരിയിലും മാർച്ചിലുമായി 2 തവണയായിട്ട് വന്നതാണ്. പൊതുമേഖലയിൽ മാത്രം തീരദേശ കരിമണൽ ഖനനാനുമതി മതി എന്നുള്ള കാര്യം. അതിനു പുറമെ സ്വകാര്യ കമ്പനികൾക്ക് അതുവരെ എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണമെന്നും 2019 മാർച്ചിൽ കേന്ദ്ര ഖനന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത്, അതൊന്ന് ശ്രദ്ധിക്കാൻ. പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത് 2016 മുതൽ 2019 വരെയാണ് CMRL കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടന്നിരുന്നത്. ഈ സമയം CMRL-ന്റെ അപേക്ഷ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ആയിരുന്നു. ഒരു തീരുമാനം അവിടെ എടുത്തിരുന്നില്ല. കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുകൂടി ഈ ഒരു തീരുമാനം, CMRL-നെതിരായുള്ള തീരുമാനം വന്നില്ല. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്ന് അന്നേ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, 2016-ലെ സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഖനനാനുമതി നൽകാതെ 2004-ൽ നോട്ടിഫൈ ചെയ്തു കൊടുത്ത പ്രദേശം CMRL-ൽ നിന്ന് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് ഇത് ദീർഘിപ്പിച്ചു? ഇതിനുള്ള ചോദ്യങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CMRL-നെ ഒരു സ്വകാര്യ പൊതുമേഖലാ സംയുക്ത സംരംഭമായി കാണിച്ചുകൊണ്ട് ഈ പൊതുമേഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യം നൽകുവാനുള്ള ശ്രമമാണോ നടന്നത്? അങ്ങനെ വരികയാണെങ്കിൽ തീരദേശ കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടുമായിരുന്നു. IRE-യുടെ മോഡലിൽ കിട്ടുമായിരുന്നു, ഇന്ത്യൻ റെയറെക്സിന്റെ മോഡലിൽ കിട്ടുമായിരുന്നു, KMML-ന്റെ മോഡലിൽ കിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമമാണോ നടന്നത് എന്നുള്ള ദുരൂഹമായ ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ MLA അനുവദിച്ചിരുന്നില്ല. എന്തായാലും 2023 ഡിസംബർ 18-ലെ ഉത്തരവ് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് CMML-നും KREML-നും CMRL-ന്റെ പ്രൊമോട്ടർ കമ്പനിക്കും ഖനനാനുമതി നൽകുവാൻ കഴിയുകയില്ല. അതിന് കാരണം കേന്ദ്രത്തിന്റെ നിർദ്ദേശം 2019-ൽ വന്നതാണ്. ഇങ്ങനെ ഒരു അനുമതി നൽകാൻ പാടില്ല സ്വകാര്യ കമ്പനിക്കെന്ന്. അതുകൊണ്ട് ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് നേരത്തെ 2004-ൽ നൽകിയിരിക്കുന്ന അനുമതി റദ്ദാക്കുന്നു. പുതിയ അപേക്ഷകൾ CMRL-ൽ നിന്ന് കിട്ടിയിരുന്നു. ആ അപേക്ഷകളും പരിഗണിക്കില്ല എന്ന് വ്യവസായ വകുപ്പിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് APM മുഹമ്മദ് ഹനീഷാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മാത്യു കുഴൽനാടൻ MLA ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ന്യൂസ് 18 കേരളത്തിൽ തന്നെ പൈൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് CPM-ന്റെ പ്രമുഖനായ നേതാവ് K അനിൽകുമാർ പറഞ്ഞത് എക്സാലോജിക്കുമായി CMRL നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല ഈ ഒരു ഉത്തരവ് വന്നത്. അതിനു മുൻപ് തന്നെ ഖനനാനുമതി വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം തർക്കിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ നടത്തിയ ആ പ്രതികരണം കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് പോകാം. ആദ്യം ഇന്നലെ രാത്രി ന്യൂസ് 18 കേരളത്തിന്റെ പൈൻ ഡിബേറ്റിൽ K അനിൽകുമാർ പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. CMRL-ന്റെ നിവേദനങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. അതേ ഉള്ളൂ സാർ ചോദ്യം. എന്നിട്ട് കഴിഞ്ഞ മാസമാണല്ലോ CMRL-ലുമായുള്ള ഇടപാടിന്റെ വിവരം പുറത്തു വന്നതിന് ശേഷമല്ലേ സാർ
ഈ തീരുമാനം വന്നത് അങ്ങനെ ഒരു അനുമതി കൊടുക്കേണ്ട എന്ന് സംശയമുണ്ടോ താങ്കൾക്ക് അക്കാര്യത്തിൽ? പച്ചക്കള്ളം. പിന്നെ എന്നാണ് എനിക്കും സംശയമുള്ള കാര്യമാണ്. 2010 തന്നെ വന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അല്ല, എനിക്ക് സംശയമുള്ള കാര്യമാണ്. പക്ഷെ എന്റെ വിശ്വാസം കഴിഞ്ഞ മാസമാണ് വന്നതെന്ന്. കാരണം കഴിഞ്ഞ മാസം അങ്ങനെ ഒരു സർക്കാരിൽ നിന്ന് ഡേറ്റ് പറയൂ. ഡിസംബർ 23, 22 ആ ഒരു കാലഘട്ടം. ഈ കഴിഞ്ഞ മാസം 2023 താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. എന്ത് വാർത്താക്കുറിപ്പ്? താങ്കൾ വെരിഫൈ ചെയ്തോളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. നാക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കള്ളം പറയരുത് എന്നാൽ താങ്കൾ പറയൂ. അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയതെന്ന്. നിങ്ങൾ പറയൂ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയതെന്ന്. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം കേൾക്കൂ. എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ എന്നോടൊരു കള്ളം പറഞ്ഞു. ഏത് കള്ളം? നിങ്ങൾ പറഞ്ഞു ഏത് കള്ളം? ഈ പറയുന്ന ഇടപാട് പുറത്തു വന്ന ശേഷം റദ്ദാക്കി. ഒരു പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോട് ഇപ്പം പറഞ്ഞ കാര്യം അതാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കിന്റെ വിവരം പുറത്തു വന്ന ശേഷം റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെയെങ്കിൽ ആ വിവരം പുറത്തു വന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബറിലാണ് പുറത്തു വരുന്നത്. ഞാൻ പത്രം വായിക്കുന്നില്ല. നിങ്ങൾ ആ ഉത്തരവ് ഹാജരാക്കൂ. നിങ്ങളൊരു ചർച്ച കള്ളം പറയാൻ അവതാരകം എന്ത് പറയാനാ മഞ്ജുഷ? അനിൽകുമാർ ചോദിച്ച ആ ഉത്തരവാണ് ഇപ്പോൾ ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. അത് കൃത്യമായിട്ട് 2023 ഡിസംബർ 18 വ്യവസായ വകുപ്പ് ഇറക്കിയത്. അതുമാത്രമല്ല, എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. അതായത് CMRനുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ. ഇത് സജിത്ത്, എന്തായാലും CPMന്റെ വാദം ഇക്കാര്യത്തിൽ പൊളിയുകയാണ്. ഇന്നലെ ചാനൽ ചർച്ചകളിൽ CPMന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഇതാണ്: എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമൊന്നുമല്ല, അതിന് മുൻപ് തന്നെ ഏതാണ്ട് 2020 രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് 2020 തന്നെ AGയുടെ നിയമോപദേശം കിട്ടിയിരുന്നു. CMRലിനും KREMLനും, അതായത് അവരുടെ പ്രൊമോട്ടേഴ്സ് ആണല്ലോ, അവരാണല്ലോ ഖനനം നടത്തുന്നവർ, അവർക്കും ഇങ്ങനെ ഒരു അനുമതി നൽകേണ്ട, 2004 കൊടുത്ത അനുമതി റദ്ദാക്കുകയാണ് നല്ലത് എന്നുള്ള കാര്യം AG പറഞ്ഞിരുന്നു. അത് കേന്ദ്ര നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരിക്കണം എന്നും. പക്ഷേ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണല്ലോ, ഈ ഉത്തരവ് വന്നത് 2023 ഡിസംബർ 18 അപ്പോൾ ഇത്രയും നാൾ എന്തിനീ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരുന്നു സംസ്ഥാന സർക്കാർ എന്ന ചോദ്യം ബാക്കിയാവുകയല്ലേ? ആ സമയത്ത് തന്നെയാണല്ലോ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് നടന്നത്. തീർച്ചയായും അതിൽ ദുരൂഹത ആരോപിക്കുന്നവർക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന തെളിവ് തന്നെയാണ് ഈ സർക്കാർ ഉത്തരവ്, ഈ സർക്കാർ രേഖ, നമ്മളിപ്പോൾ പുറത്തുവിട്ട രേഖ എന്ന കാര്യത്തിൽ തർക്കമില്ല. മഞ്ജുഷ സൂചിപ്പിച്ച ആ സമയക്രമം ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ, ഏറ്റവും ഒടുവിൽ കേന്ദ്ര ധാതു വകുപ്പിൽ നിന്നും, അതായത് ഈ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന ഉത്തരവിൽ അസന്നിഗ്ധമായ ഉത്തരവ് പുറത്തിറങ്ങിയത് ഏറ്റവും ഒടുവിൽ 19/3/2019 കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനത്തിൽ ലഭിക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിൽ 22/7/2020 അഡ്വക്കേറ്റ് ജനറലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിനുശേഷം 3 വർഷത്തിന് ശേഷം, 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്തിമ ഉത്തരവ്, ഈ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന വ്യവസായ വകുപ്പ് പുറത്തിറക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അകത്തെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് എന്തുകൊണ്ട് 4 വർഷത്തോളം ഈ ഉത്തരവിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനം കാത്തിരുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇവിടെ ഇതിന് പശ്ചാത്തലം ഒരുക്കുമ്പോഴാണ് എക്സാലോജിക്കും മാസപ്പടി വിവാദവും കൂടി വന്നതിന് ശേഷം മല്ലേ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് എന്ന ചോദ്യം ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണമാണ്. ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വരുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഖനനം അനുവദിക്കാനാവൂ എന്ന കൃത്യമായ കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയമായ കമ്പനിയെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തിയോ? ഈ ആരോപണം നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അത്തരമൊരു ശ്രമം നടത്തുകയായിരുന്നോ സർക്കാർ ഈ കാലയളവിലൂടെ ചെയ്തത് എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒരുപക്ഷെ നമ്മളത് രാഷ്ട്രീയമായി ഉയർത്തുന്നതിനപ്പുറം അത് പ്രതിപക്ഷമൊക്കെ രാഷ്ട്രീയമായി ഉയർത്തേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 4 വർഷത്തോളം ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ദുരൂഹത ഉയർത്തുന്ന മനഃപൂർവ്വമുള്ള വൈകിപ്പിക്കൽ നടത്തി എന്നതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു വൈകിപ്പിക്കൽ? ഈ വൈകിപ്പിക്കലിനിടയിലാണ് എക്സാലോജിക് വിവാദവും
വീണ വിജയന്റെ കമ്പനിയും മാസപ്പടി വിവാദവും ഒക്കെ ഉയർന്നു വരുന്നതും ഈ KMRL കമ്പനിയൊക്കെ വിവാദത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. സജിത്ത്, സ്വാഭാവികമായിട്ടും ഈ സേവനം എന്താണ് എന്ന ചോദ്യത്തിന് സേവനം ഇതായിരുന്നോ എന്നുള്ള സംശയം ഉന്നയിക്കേണ്ടി വരും. കാരണം എക്സാലോജിക്കും വീണ വിജയനും CMRL നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെയാണ് അവരുടെ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല 2016 കോടതി വിധി അനുസരിച്ച് വേണമെങ്കിൽ സർക്കാരിന് ഉടൻ തന്നെ തീരുമാനമെടുക്കാമായിരുന്നു ഖനനാനുമതി കൊടുക്കേണ്ട എന്ന്. അതല്ലെങ്കിൽ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ 2018 വ്യക്തമായി പറഞ്ഞിരുന്നു പൊതുമേഖലയ്ക്ക് മാത്രമേ തീരദേശ കരിമണൽ ഖനനം സാധ്യമാകൂ എന്ന്. അതനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ 2019 വന്ന കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ 2 ഉത്തരവുകൾ അതുപ്രകാരം ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വൈകിപ്പിക്കുകയും അതുമാത്രമല്ല വ്യവസായ വകുപ്പ് 2019 ഏപ്രിലോടുകൂടി തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും അവിടെ നോട്ടായിട്ട് എഴുതുകയും ചെയ്യുന്നു AGയുടെ നിയമോപദേശത്തിന് പോട്ടെ എന്ന്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾക്ക് ബലം കൂടുകയല്ലേ ചെയ്യുന്നത്. അതുമാത്രമല്ല സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പൊതുമേഖലയിൽ കൊണ്ടുവരുവാനും CMRLനെ, അതായത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ കമ്പനിയുടെ പങ്കാളിത്തം കൂടുതലായിട്ട് ഉറപ്പിച്ച് അത് IRA കൂടി ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കരിമണൽ ഖനന രംഗത്ത് CMRLന് പങ്കാളിത്തം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം സർക്കാരിൽ നിന്ന് ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയല്ലേ ഇപ്പോൾ. കാരണം ഇതേ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല. തീർച്ചയായും ഈ ഉത്തരവിൽ ഇത്തരം വൈകലുണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം, അതായത് ഖനനാനുമതി നിഷേധിച്ചത് എന്ന കാര്യം സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2020 നടന്ന കാര്യമാണ്. പിന്നെ 2024 എന്തുകൊണ്ട് 23 വരെ എന്തിനു വേണ്ടി ഇതിന് കാത്തിരുന്നു? 2023 ഡിസംബർ 18 വരെ എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞ വിവാദങ്ങൾ വരുന്നത്. ഒരു പക്ഷേ ഈ മാസപ്പടി വിവാദവും മറ്റു കാര്യങ്ങളും ഈ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നില്ലെങ്കിൽ ഇനിയും വൈകിയേനെ ഈ തീരുമാനമെടുക്കാൻ എന്ന രാഷ്ട്രീയ ചോദ്യം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ഉത്തരവ് എന്ന് പറയുന്നത് 2023 ഡിസംബർ 18 സംസ്ഥാന വ്യവസായ വകുപ്പിന്റേതാണ്. അതിൽ പറയുന്നത് CMRLന് നേരത്തെ നൽകിയിരുന്ന ആ ഒരു ഖനനാനുമതി ഉണ്ടല്ലോ, അത് പിന്നീട് ഫ്രീസ് ചെയ്യപ്പെട്ടിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് തന്നെ. പക്ഷേ അത് ഇനി പുനഃപരിശോധിക്കേണ്ട, അത് റദ്ദാക്കുന്നു, പ്രിമർച്വലി റദ്ദാക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് മാത്രമല്ല പുതിയ അപേക്ഷകളും അവർ നൽകിയിരുന്നു, പക്ഷേ അതും നൽകേണ്ട എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എന്ന ചോദ്യം ഉയരുമോ ഇല്ലയോ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ GOMS 87/2003 ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത് 18 ഇന്നലെ നിങ്ങളുടെ ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളിയൊക്കെ ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം കൂടി ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കഴിയുമെങ്കിൽ PCR പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറയണം. ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് 2016 യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിമെന്റ് വരുമ്പോൾ തന്നെ ഇതിലൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ന് തന്നെ ഇതിലെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഈ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നിന്ന് പരിപൂർണമായും ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് സുപ്രീം കോടതി ജഡ്ജിമെന്റ് വന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് അറ്റോമിക് മിനറൽ കൺസ്ട്രക്ഷൻ റൂള് 2019 വന്നതിന് ശേഷവും സ്വകാര്യ മേഖലയിൽ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും നടപ്പിലാക്കാൻ 4 വർഷത്തിലധികം വേണ്ടി വന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. വ്യക്തിത്വമില്ല. ഈ 4 വർഷത്തെ ആ മാസം പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള റൂൾ പാസ്സാക്കിയതിനു ശേഷം ഈ ഉത്തരവിറക്കുന്നതിന് കാലതാമസം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇൻഡസ്ട്രീസ് വകുപ്പാണ്. അതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ശ്രീ K. അനിൽകുമാർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ K. അനിൽകുമാർ, താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു പ്രൈം ഡിബേറ്റിൽ എക്സാലോജിക്കും CMRLുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല ഈ CMRLന്റെ ഖനനാനുമതിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവ്
സർക്കാരിൽ നിന്നുണ്ടായത് എന്ന് അതേ എന്ന് തെളിയിക്കുന്ന രേഖയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഡിസംബറിൽ അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു എന്ന്. ഡിസംബർ 18 കേട്ടോ കൃത്യം ഡേറ്റ് ഈ ഉത്തരവിന്റെ. അതിലാണ് പറയുന്നത് അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ട് ഈ കാലതാമസം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. എന്തുകൊണ്ട് 2019 തന്നെ തീരുമാനമെടുത്തില്ല? എന്തുകൊണ്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു? നമ്മള് ഈ ഒരു കാര്യം പറയുമ്പോൾ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് ചർച്ച സംഘടിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരത്തിലേക്ക് പോകും. അങ്ങനെ വിഡ്ഢികളുടെ മഹാസംഘവുമായിട്ട് ഇത്തരം ചർച്ചകൾ മാറുന്നു എന്നുള്ളത് വളരെ വളരെ അപമാനകരമാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? 2004 ഏഷ്യാനെറ്റ് സർക്കാർ ലീസിന് അനുമതി കൊടുക്കുന്നത്. കർത്താവിന്റെ തന്നെ സ്ഥലത്തല്ലേ ലീസ്? സർക്കാർ സ്ഥലത്താണോ ലീസ്? എന്ത് മണ്ടത്തരമാണ് കുഴൽനാടൻ പറയുന്നത്? കർത്താവ് അയാളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഖനനത്തിനുള്ള അനുമതിയാണ് ആന്റണി സർക്കാർ കൊടുക്കുന്നത്. ആ അനുമതി റദ്ദാക്കിയതിനെതിരായിട്ട് അയാൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും കർത്താവിന് അനുകൂലമായി വിധിച്ചു. വിധിച്ചത് 2016 അത് ഏപ്രിൽ മാസം 8 ആ ഉത്തരവ് സുപ്രീം കോടതി വന്ന ശേഷം ആ ഉത്തരവ് നടപ്പാക്കാൻ പിണറായി സർക്കാരിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്നാ ഉത്തരവ് നടപ്പാക്കിക്കോട്ടെ എന്ന് പിണറായി സർക്കാർ വിചാരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ തലയും കുറിച്ച് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ തലമുറിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താണ്? 2016 തൊട്ട് 2019 സുപ്രീം ഹൈക്കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നവരെ കൃത്യമായിട്ട് അവർക്ക് ഖനനം നടത്താൻ അനുവദിച്ചിരുന്നു നിയമം അനുവദിച്ചിട്ടും കർത്താവിനെ കേരളത്തിൽ ഖനനം നടത്താൻ പിണറായി സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളതല്ലേ വസ്തുത. അതിന് തലതിരിച്ച് വർത്താനം പറയുന്നതോടെ നമ്മൾ എന്ത് വർത്താനം പറയാനാ? ബഹുമാനപ്പെട്ട മഞ്ജുഷോട് ഞാൻ ചോദിക്കുക, 2016 ഏപ്രിൽ മാസം 8 മുതൽ 2019 കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചട്ടങ്ങൾ വരുന്നവരെ ഈ കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ അവരുടെ സ്ഥലത്ത് കുഴിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുക്കുന്നതിൽ തടസ്സമില്ല, പക്ഷേ അതിൽ തീരുമാനം സർക്കാരിന് എടുക്കാം. അതായത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം സർക്കാരിന് എടുക്കാം. പൊതുമേഖലയിൽ തന്നെ കൊടുത്താൽ മതി എന്നാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ 2023 ഡിസംബർ 18 ഉത്തരവുണ്ടായിരുന്നുവല്ലോ. ഏതാണ്ട് അതിന് സമാനമായ ഉത്തരവ് അന്ന് തന്നെ ഇറക്കാമായിരുന്നു. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അതിന് മുമ്പുള്ള 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇത്രയും തടസ്സം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവില്ലായിരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും സിംഗിൾ ജഡ്ജിയുടെയും ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ മേഖലയ്ക്ക് നൽകാമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ്. എന്നിട്ട് അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ലല്ലോ. ഉത്തരം പറയാം. നിങ്ങളിപ്പോ ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തുകയാണ്. ഏത് ഉമ്മൻചാണ്ടിയെ? കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണമായിട്ട് പോയി ഉമ്മൻചാണ്ടിയെ. ആന്റണി അതിനേക്കാൾ വാനോളം പുകഴ്ത്തുകയാണ്. കാരണം എന്താണ്? കോടതിയിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടത് ആന്റണിയാണ്. കോടതിയിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ട് 2004 കരാറിന് അനുമതി ഖനനത്തിന് അനുമതി കൊടുത്ത ഉമ്മൻചാണ്ടി അല്ല, AKM ദിദ്യനാണ്. പിന്നെ ഉമ്മൻചാണ്ടി ദിദ്യനാണ്. പിന്നെ ആരാ കുറ്റവാളി? പിണറായി വിജയൻ മാത്രം. എന്താ കുറ്റം? 2016 സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അന്തിമമായി വിധിച്ചിട്ടും 2019 വരെ ഈ കേരളത്തിൽ ഖനനം നടക്കാത്തതിന് ഏക ഉത്തരവാദിത്വം പിണറായി വിജയൻ ഗവൺമെന്റാണ്. ഞങ്ങൾ ഒരു ഖനനവും അന്നും ഇന്നും അനുഭവിച്ചിട്ടില്ല. 2019 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നത് വരെയും ഇത് ഖനനത്തിന് അനുമതി ഉണ്ട്, സുപ്രീം കോടതി അനുമതി ഉണ്ട് എന്നാ നിങ്ങളൊന്ന് നടത്ത്, വേറെ തടസ്സങ്ങളില്ലല്ലോ എന്നല്ല. 2019 അല്ല, താങ്കൾ പറയുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയില്ല ശ്രീ പിണറായി വിജയൻ എന്ന് 2016 അധികാരത്തിൽ വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ 2019 എല്ലാം ക്ലിയർ ആയിരുന്നുവല്ലോ. 2019 2 നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല അന്നിങ്ങനെ ഒരു ഉത്തരവ്? 4 വർഷം ഒരു ഉത്തരവ് ഇറക്കാൻ കാത്തു നിൽക്കണോ ശ്രീ കെ അനിൽകുമാർ? എന്ത് കാര്യമാണ് താങ്കൾ പറഞ്ഞത്? കുപ്പിയിൽ നിന്ന് ഇറക്കിവിട്ട ഭൂതത്തെ 2019 ഒന്ന് കുടത്തിലാക്കാൻ പാടില്ലായിരുന്നോ? പിന്നെന്താണ്? 2019 കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ രാജ്യത്തെ നിയമം? ഖനനം പാടില്ല എന്നിരിക്കെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമുണ്ടോ? ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന ഉത്തരവിന്റെ ആവശ്യമില്ല. 2019 സ്വകാര്യ ഭൂമിയിൽ ഖനനമേ പാടില്ല ഏത് ലൈസൻസ് ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ആ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം ഖനനം പാടില്ലല്ലോ. ഇവിടെ എന്താണ് പ്രശ്നം? സുപ്രീം കോടതിയുടെ കേസും അതിന്റെ വിധിയും അവിടെ കിടക്കുമ്പോൾ അതിൽ നിയമപരിശോധന വേണം. ആ നിയമപരിശോധനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ
അവർക്ക് അനുകൂലമായ നിലപാട് പിണറായി സർക്കാർ എടുത്തിട്ടില്ല എന്നല്ലേ അഡ്വക്കേറ്റ് ജനറലിന്റെ 2020 ഉപദേശം കിടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ തലകുനിക്കേണ്ടത് എപ്പോഴാണ്? ഇത് അനുകൂലമായി ഗണനം നടത്താൻ ഞങ്ങൾ എപ്പോഴെങ്കിലും നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾ തലകുനിക്കും. 2016-2019 കാലഘട്ടം എന്ന് പറയുന്നത് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ നടന്നിരുന്ന കാലഘട്ടമാണ്. അതേ സമയത്ത് തന്നെയാണ് സർക്കാരിന്റെയും, ഒന്നുകൂടി മുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പരിഗണനയിൽ ഈ ഫയൽ ഉണ്ടായിരുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോൾ സംശയം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല, 2019 നിങ്ങളൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രാജീവ് പോലും ഇന്നലെ പറഞ്ഞത് 2020 നിയമോപദേശം കിട്ടിയെന്ന്. പിന്നെ ആ ഫയൽ എവിടെ? അപ്രത്യക്ഷമായത് എങ്ങോട്ട്? ഈ ദുരൂഹതയൊക്കെ അകറ്റണമെങ്കിൽ നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിക്കാനെങ്കിലും അനുവദിച്ചാൽ മതിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രി മറുപടി നൽകിയാൽ മതിയായിരുന്നു. കാര്യം അവിടെ കൊണ്ട് കഴിഞ്ഞു. 2023 ഈ ഉത്തരവ് തിടുക്കപ്പെട്ട് ഇറക്കിയത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ്? താങ്കൾ ഇന്നലെ വലിയ വായിൽ വാദിക്കുന്നത് കേട്ടു. അങ്ങനെയൊന്നുമല്ല, 2023 ഡിസംബറിലൊന്നും അല്ല ഈ ഉത്തരവ് വന്നത് എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഉത്തരവിന്റെ കോപ്പി. ഒരു തെളിയിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിഡിത്തരം നിങ്ങൾ വീണ്ടും പറയരുത്. 2019 കേന്ദ്ര സർക്കാർ ചട്ടം കൊണ്ടുവരുന്ന പിന്നെ ഖനനത്തിന് അവകാശമുണ്ടോ? അവിടെ അപ്പോൾ അത് റദ്ദ് ചെയ്യണമെങ്കിൽ ആര് റദ്ദ് ചെയ്യണം? ഉദ്യോഗസ്ഥന്മാർ റദ്ദ് ചെയ്യണം. മുഖ്യമന്ത്രി അല്ല റദ്ദ് ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ റദ്ദ് ചെയ്യേണ്ടത്. റദ്ദ് ചെയ്യേണ്ടത് എന്ത് വേണം? നിയമപരിശോധന വേണം. നിയമപരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇത് കൊടുക്കേണ്ടതില്ല എന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉത്തരവ് വാങ്ങിയതല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം വാങ്ങിച്ചത് ആരാ? ഈ പിണറായി സർക്കാരാണ്. എന്തിനു വേണ്ടിയാണ്? കൊടുക്കാതിരിക്കാനാണ്. കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴും സർക്കാരിന്റെ പരിഗണനയിൽ ഈ ഫയൽ ഉണ്ടായിരുന്നു. ഈ അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി സർക്കാർ നോക്കിയിരുന്നു. ഒരു സംയുക്ത സംരംഭം എന്ന നിലയ്ക്ക് CMRലിനെ കൊണ്ടുവരാൻ പറ്റുമോ, പൊതുമേഖലയുടെ സപ്പോർട്ടോടുകൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിരുന്നു ശ്രീ കെ അനിൽകുമാർ. ഇതൊക്കെ താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ മടിയാണ്. ശരിയാണ്, അതൊരു തെളിവില്ലാത്ത കാര്യമാണ്. ശരിയാണ്. പക്ഷേ എങ്കിലും അത്തരം ശ്രമങ്ങളൊക്കെ നടന്ന ഒരു കാലഘട്ടമല്ലേ ഈ 4 വർഷം എന്ന് ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. ശരി, നന്ദി. എന്തായാലും താങ്കൾ ഇന്നലെ പറഞ്ഞത് അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ ഇന്നലെ എന്നെ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിരുന്നു. അതല്ല കേട്ടോ, ആ രേഖ, ആ ഉത്തരവ് വന്നത് 2023 ഡിസംബർ 18 ഒരിക്കൽ കൂടി പറയുകയാണ്. നന്ദി ശ്രീ കെ അനിൽകുമാർ. എന്തായാലും പൊതുമേഖലയിൽ മാത്രം അനുമതി മതി എന്ന കേന്ദ്ര നയം വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് 2023 ഡിസംബർ 18 ഇങ്ങനെയൊരു ഉത്തരവ് വന്നത്. ഇതിലൂടെ CMRലിന് തീരദേശങ്ങളിൽ ഖനന അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ വൈകൽ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഉത്തരവ് വന്നില്ല എന്ന്.